dear friends, welcome to Darshana's YouTube channel. Today's challenging question is taken from the chapter Electrostatics, which is based on the concept uniform and non-uniform charge distribution. So, first question is about uniform charge distribution. So, first question, charges Q, 2Q and 4Q which are uniformly distributed in three different dielectric solid sphere. Three dielectric solid sphere are there, 1, 2 and 3 of radii r by 2, r and 2r respectively are shown in the figure. If magnitudes of the electric fields at point P at a distance capital R from the center of the spheres 1, 2 and 3 are E1, E2 and E3 respectively. We have to find out the relationship between the magnitudes of electric field of first sphere and the second sphere, then third sphere. So, we have to find out the relationship for finding out the electric field. So, in the first case, sphere 1 which is having the charge Q, sphere 2 which is having the charge 2Q, sphere 3 which is having the charge 4Q, and the radius of the sphere 1 is r by 2, radius of the second sphere is capital R, and the radius of the third sphere is capital that is 2r. Then നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻസ് നോക്കാം. അപ്പോൾ ഇക്വേഷൻസിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രീവിയസ് ഇയറിൽ JEE അഡ്വാൻസ്ഡിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിന് മുൻപ് സോളിഡ് സ്ഫിയറിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. സോളിഡ് സ്ഫിയറിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R എന്ന് കൺസിഡർ ചെയ്യുക. ഏത് പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ആണോ കാണേണ്ടത് ആ പോയിന്റിലേക്ക് ഈ സോളിഡ് സ്ഫിയറിൻ്റെ സെൻട്രൽ നിന്നുള്ള ഡിസ്റ്റൻസിനെ സ്മോൾ r എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, കണ്ടക്ടിങ് സോളിഡ് സ്ഫിയർ ആണെങ്കിൽ ഈ കോളത്തിൽ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻസ് ഉപയോഗിക്കുക. നോൺ കണ്ടക്ടിങ് സോളിഡ് സ്ഫിയർ ആണെങ്കിൽ ഈ ഇക്വേഷൻസ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് ഏത് ടൈപ്പ് ഓഫ് സ്ഫിയർ ആണ്? ഈ സോളിഡ് സ്ഫിയർ ഒരു നോൺ കണ്ടക്ടിങ് സോളിഡ് സ്ഫിയർ ആണ്. കാരണം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ ആണ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു നോൺ കണ്ടക്ടിങ് സോളിഡ് സ്ഫിയർ ആണ്. സോ നമുക്ക് ഈ ഒരു പോർഷനിൽ ഈ ഒരു സെക്കൻഡ് കോളത്തിലുള്ള ഇക്വേഷൻസ് ഉപയോഗിക്കാം. ഔട്ട്സൈഡ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുന്നത് സ്ഫിയറിൻ്റെ ഔട്ട്സൈഡ് പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് കാണേണ്ടതെങ്കിൽ E is equal to KQ by സ്മോൾ r സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുക. സ്മോൾ r എന്ന് പറയുന്നത് സെൻട്രലിൽ നിന്നും ഏത് പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണോ കാണേണ്ടത് അവിടേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് സ്മോൾ r എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. Then on the surface of the sphere ആണെങ്കിൽ KQ by capital R square where R is the radius. Inside the sphere ആണെങ്കിൽ KQR divided by capital R cube. R is the radius and small r is the distance. Okay, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, ചാർജസ് Q and 4Q. Then ഫസ്റ്റ് കേസിൽ സ്ഫിയർ 1 റിലേറ്റ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണും. അപ്പോൾ നോക്കുക, സ്ഫിയർ 1 എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജ് Q. ഓക്കെ, സ്ഫിയർ 1 റിലേറ്റ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്തായിരുന്നു? ഔട്ട്സൈഡ് പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡാണ് കാണേണ്ടത്. സോ ഇക്വേഷൻ എന്ന് പറയുന്നത് KQ ദ ഹോൾ ഡിവൈഡഡ് ബൈ സ്മോൾ r സ്ക്വയർ. കാരണം ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ചെയ്യുക, KQ ഡിവൈഡഡ് ബൈ സ്മോൾ r സ്ക്വയർ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഫസ്റ്റ് സ്ഫിയറുമായിട്ട് റിലേറ്റ് ചെയ്ത ഇലക്ട്രിക് ഫീൽഡ് എത്രയാ നിങ്ങൾ പറഞ്ഞേ? ദാറ്റ് ഈസ് E1. E1 ഇസ് ഈക്വൽ ടു K. ചാർജ് എൻക്ലോസ് ചെയ്തിരിക്കുന്നത് എത്രയാണ്? Q ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എത്രയാണ് തന്നിരിക്കുന്നത്? R ആണ്, ക്യാപിറ്റൽ R ആണ്. സോ E1 എന്ന് പറയുന്നത് KQ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ R സ്ക്വയർ. അപ്പോൾ ഫസ്റ്റ് സ്ഫിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് KQ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ R സ്ക്വയർ. സെക്കൻഡ് കേസ് നോക്കിയാൽ സ്ഫിയറിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജ് 2Q ആണ്. സ്ഫിയറിൻ്റെ ഈ ഒരു ഡിസ്റ്റൻസ് ഈ ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡാണ് കാണേണ്ടത്. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആണ്. അപ്പോൾ E2 എന്ന് പറയുന്നത് സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കാണേണ്ടത്. ഈ സർഫസ് ആണ് കാണേണ്ടത്. സർഫസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? KQ ദ ഹോൾ ഡിവൈഡഡ് ബൈ R സ്ക്വയർ. R സ്ക്വയർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റേഡിയസ് ആയതുകൊണ്ട് ക്യാപിറ്റൽ R സ്ക്വയർ. ദെൻ അപ്പോൾ നമുക്ക് E2 ഇസ് ഈക്വൽ ടു എന്നാന്ന് എഴുതാം? K, ഇവിടെ ചാർജ് എത്രയാണ്? 2Q. അപ്പോൾ 2KQ ദ ഹോൾ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ R സ്ക്വയർ. അപ്പോൾ E2 എന്ന് പറയുന്നത് 2KQ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ R സ്ക്വയർ. E3 എന്ന് പറയുന്നത് ഈ ഒരു ഇൻസൈഡ് പോയിന്റിൽ ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ KQ ഇൻറ്റു സ്മോൾ r ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ RQ. അപ്പോൾ ഈ ഇൻസൈഡ് അതിനെ നമുക്ക് E3 എന്ന് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നാ കിട്ടും? E3 is equal to K. Q എന്ന് പറയുന്നത്
എത്രയാ 4q ആണ്. ചാർജ് എൻക്ലോസ്ഡ് 4q ആണ്. ഏത് ഡിസ്റ്റൻസിലാണ് കാണേണ്ടത്? R ഡിസ്റ്റൻസിലെ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ആണ് കാണേണ്ടത്. സോ ക്യാപിറ്റൽ R എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വരും 4kq ഇൻറ്റു ക്യാപിറ്റൽ R ദ ഹോൾ ഡിവൈഡഡ് ബൈ റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാ 2r. 2r ദ ഹോൾ ക്യൂബ് എന്ന് വരും. അപ്പോൾ ഇതിനെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കിക്കേ. സോൾവ് ചെയ്യുമ്പോഴത്തേക്കും 4kq r ദ ഹോൾ ഡിവൈഡഡ് ബൈ 8r ക്യൂബ് എന്ന് വരും. ഇത് നമ്മൾ ക്യാൻസൽ ചെയ്ത് കൊടുക്കുക. ക്യൂബും ആറും ക്യാൻസൽ ആയി പോയി. ദെൻ 4 8 വിൽ ബി ക്യാൻസൽഡ്. ദെൻ എന്താ വരുന്നത്? kq ഡിവൈഡഡ് ബൈ 2r² എന്ന് വരും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി ഇലക്ട്രിക് ഫീൽഡിൻ്റെ റിലേഷൻ E1 is equal to kq by capital R². E2 is equal to 2kq divided by capital R². E3 എന്ന് പറയുന്നത് kq divided by 2r². അപ്പം ഏറ്റവും ഗ്രേറ്റർ ഏതാ വരുന്നത്? which is E2, then E1, then E3. So answer is option 3. Then next question is based on non-uniform charge distribution. Let rho of R is equal to Q by pi capital R raised to 4 into R be the charge density distribution for a solid sphere of radius capital R and the total charge Q for a point P inside the sphere at distance R1 from the center of the sphere, the magnitude of the electric field. അപ്പോൾ നോക്കാം, നമുക്ക് ഇതിൻ്റെ ഒരു സെൻറ്റർ ഇതാണ്. സെൻറ്ററിൽ നിന്നും പി ഡിസ്റ്റൻസിൽ R1 ഡിസ്റ്റൻസിൽ പോയിന്റ് പി കൺസിഡർ ചെയ്യുക. അപ്പോൾ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കാം, ഈ ഒരു സ്പിയറിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ഗോസ് തിയറം ഉപയോഗിച്ചത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗോസ് തിയറത്തിൻ്റെ ഇക്വേഷൻ എഴുതുക. ഗോസ് തിയറം എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ E ഡോട്ട് ds which is equal to Q by epsilon 0. ഇവിടെ നമുക്ക് ചാർജ് എൻക്ലോസ്ഡ് തന്നിട്ടില്ല, പകരം റോ ആണ് തന്നിരിക്കുന്നത്. റോ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ചാർജ് Q is equal to റോ d2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, d2 എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു E ഡോട്ട് 4πr². 4πr² എന്ന് പറയുന്നത് ഗോഷ്യൻ സർഫസിൻ്റെ വോളിയം ആണ്. ദാറ്റ് ഈസ് ഗോഷ്യൻ സർഫസിൻ്റെ ഏരിയ ആണ്. ദെൻ ഇൻറ്റഗ്രൽ 0 to R1, ലിമിറ്റ് R1 കൊടുക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു Q by epsilon 0. ദാറ്റ് ഈസ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക 0 to R1. Q എന്ന് പറയുന്നത് എന്താ? റോ d2 ദ ഹോൾ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ദെൻ നമുക്ക് റോയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ ഇവിടെ നോക്കുക, ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ E ഇൻറ്റു 4πr1² എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു ദെൻ റോയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 1/epsilon 0 ഔട്ട് സൈഡ് എടുക്കുന്നു, ഇൻറ്റഗ്രൽ 0 to R1. റോ നമുക്ക് തന്നിരിക്കുന്നത് Q by pi ക്യാപിറ്റൽ R raised to 4, Q by pi ക്യാപിറ്റൽ R raised to 4 ഇൻറ്റു ഇവിടെ ഒരു എപ്സിലോൺ 0 ഉണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. റോ d2 ആണ്, ഇവിടെ R കൊടുക്കുക d2. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഇതൊരു സോളിഡ് സ്ഫിയർ ആണ്. അപ്പോൾ സോളിഡ് സ്ഫിയർ ആകുമ്പോൾ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ റേഡിയസിനെയും ആംഗിൾസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ d2 എന്ന് പറയുന്നത് R² dr sin തീറ്റ d തീറ്റ d∅. അപ്പോൾ ഈ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. d2 is equal to R² dr sin തീറ്റ d തീറ്റ d∅. അപ്പോൾ R² വരുമ്പോൾ R³ ആകും, R³ dr sin തീറ്റ d തീറ്റ d∅. അപ്പോൾ നോക്കുക, ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നോക്കി, ഈ ഞാനിവിടെ കൊടുക്കുന്നു 1/4π, ദാറ്റ് ഈസ് Q by 4π R1² ഇൻറ്റു പൈ ക്യാപിറ്റൽ R raised to 4. ദെൻ ഇവിടെ വരുമ്പോഴത്തേക്കും എപ്സിലോൺ 0 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to R1 R³ dr. അപ്പോൾ നോക്കുക, ഇൻറ്റഗ്രൽ നമുക്കൊരു ഇൻറ്റഗ്രേഷൻ എക്സ്ട്രാ വരും, ഇൻറ്റഗ്രൽ സൈൻ തീറ്റ ഡി തീറ്റ d∅, വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട്? വിച്ച് ഈസ് 4π. അപ്പോൾ ഈ 4π എന്നുള്ള കോൺസ്റ്റൻറ്റ് പഠിച്ച് വെക്കുക. നമ്മൾ ആ 4πയും കൂടി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ 4π ക്യാൻസൽ ആയി പോകുന്നു. ദെൻ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കുക, E ഇൻറ്റു 4πr1² എന്ന് നമ്മൾ കൊടുത്തു. ഇവിടെ എന്താ d2ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, R³ dr സൈൻ തീറ്റ ഡി തീറ്റ d∅ എന്ന് കൊടുത്തു. ദെൻ ഇലക്ട്രിക് ഫീൽഡ് E ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്കിനി E എഴുതണം. E ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ തന്നെ വരും, R³ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ R raised to 4/4 എന്ന് വരും. അതിൻ്റെ ലിമിറ്റ്സ് കൊടുക്കുക, R1 എന്ന് കൊടുക്കുക. സോ Q by pi R raised to 4 into epsilon 0.
r1 സ്ക്വയർ ഇൻറ്റു ഇവിടെ ലിമിറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്നാ വരും r1⁴ ദ ഹോൾ ഡിവൈഡഡ് ബൈ 4. അപ്പോൾ r1⁴ r1 സ്ക്വയർ ക്യാൻസൽ ആയി പോകുന്നു. ദെൻ 4πε0 എന്ന് വരും. സോ നമുക്ക് ആൻസർ എന്നാ വരും q ഇൻറ്റു r1 സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു r⁴. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു q ഇൻറ്റു r1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 4πε0 r⁴. q ഇൻറ്റു r1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 4πε0 r⁴. അപ്പോൾ ഇത് നോൺ യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് ചെയ്യണം. ഫസ്റ്റ് കേസിൽ യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഡയറക്റ്റ് ഇക്വേഷൻസ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസിനും ക്വസ്റ്റ്യൻസിനും ഒക്കെ ആയിട്ട് ഈ ഞങ്ങളുടെ ദർശനയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനും പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ദെൻ താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു.